ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദം 48ഉം 25ാം പദം 100ഉമായാൽ പൊതുവ്യത്യാസം കാണുക. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ രണ്ട് പദങ്ങളും അവയുടെ സ്ഥാനവുമാണ് തന്നിരിക്കുന്നത്. 12ാം പദം 25ാം പദം എന്ന് പറയുന്നത് അവയുടെ സ്ഥാനമാണ്. ആ രണ്ട് പദങ്ങളാണ് 48ഉം 100ഉം. ഇങ്ങനെ തന്നാൽ പൊതുവ്യത്യാസം കിട്ടാൻ പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. പദങ്ങളുടെ വ്യത്യാസം 100 മൈനസ് 48, 100 മൈനസ് 48 ആണ് പദങ്ങളുടെ വ്യത്യാസം. ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം 25ഉം 12ഉമാണ് സ്ഥാനങ്ങൾ. 25 മൈനസ് 12 ആണ് സ്ഥാനങ്ങളുടെ വ്യത്യാസം. 100 മൈനസ് 48 52 ഡിവൈഡഡ് ബൈ 25 മൈനസ് 12 13. 52നെ 13 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. അതായത് പൊതുവ്യത്യാസം 4 ആണ്.